ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖ അന്വിതാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ഭക്തരാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്നു ശ്രീകൃഷ്ണ ചൈതന്യ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസമാണ്, ശ്രേഷ്ഠമായ ദിവസമാണ്. നമ്മൾ പറഞ്ഞു വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആ പരം വൈഷ്ണവന്റെ ദിവസമാണ്. 11 മഹാജനങ്ങളിലെ ശ്രേഷ്ഠനായ മഹാദേവരുടെ ദിവസമാണ്. ആ വൈഷ്ണവനെ, ആ മഹാദേവരെ നമുക്കിന്ന് സ്മരിക്കാം രുദ്രഗീതത്തിലൂടെ. മഹാദേവരുടെ ആശീർവാദവും അനുഗ്രഹവും നമുക്കും നമ്മുടെ കുടുംബത്തിനും എപ്പോഴും ഉണ്ടാകട്ടെ. ശ്രീകൃഷ്ണഭക്തിയുടെ പരമമായ ആ ശ്രേഷ്ഠമായ പ്രാപ്തിയിലേക്ക് എത്താൻ മഹാദേവർ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മഹാശിവരാത്രിയിൽ സാക്ഷാൽ മഹാദേവൻ സ്തുതിച്ച രുദ്രഗീതത്തിലൂടെ ഇതിന്റെ ചെറിയ ഇൻട്രക്ഷനോടുകൂടി സ്മിതമാതാജി രുദ്രഗീതം സ്റ്റാർട്ട് ചെയ്യും. സ്മിതമാതാജിയെ ഈ രുദ്രഗീതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹാപ്പി മഹാശിവരാത്രി. അപ്പോൾ രുദ്രഗീതം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ശ്രീമദ് ഭാഗവതത്തില് 4ാമത്തെ കാൻറ്റോ 24ാമത്തെ ചാപ്റ്ററിലാണ് ഇതുള്ളത്. ഈ ചാപ്റ്ററിന്റെ പേര് ചാൻറ്റിംഗ് ഓഫ് ദ സോങ് സങ് ബൈ ലോർഡ് ശിവ. ഇതില് ഫസ്റ്റത്തെ കുറച്ച് ശ്ലോകാസ്, അതായത് ഈ 33 വരെയുള്ള ഈ ശ്ലോകാസില് എങ്ങനെയാണ് അവരുടെ പരമ്പര വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അതില് പിന്നെ കുറച്ച് ഇത് ആക്ച്വലി മൈത്രേയ മുനിയും വിതുരരും തമ്മിലുള്ള കോൺവെർസേഷനാണ്. മഹാരാജ പ്രാചീന ബർഹിയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പ്രാചീന ബർഹി കല്യാണം കഴിക്കുന്നത് ശതദ്രുതി എന്ന് പറഞ്ഞ ലേഡിയാണ്. അവര് എന്താ പറയാ, സാഗരത്തിന്റെ മകളാണ്. അവർക്ക് 10 മക്കള് ഉണ്ടാവുന്നു. ആൻഡ് 10 മക്കളെയും കൂടെ പ്രചേതാസ് എന്നാണ്
വിളിക്കാറ്. എങ്ങനെയാണോ അച്ഛൻ വളരെ പയസും റിലീജിയസും ആയിരുന്നത്, അതുപോലെ തന്നെയായിരുന്നു ഈ പ്രചേതാസ് എന്ന് പറയുന്ന ഈ 10 മക്കളും. ആൻഡ് അപ്പോൾ അത് കഴിഞ്ഞ് മക്കൾ വലുതായപ്പോൾ പ്രാചീന ബർഹിഷ്യത്ത് പറയുന്നുണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കാനും പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. അപ്പൊ അവർ പറയും ഈ ഓർഡേഴ്സ് അനുസരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് തപസ്യ ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾ ഈ എന്താ പറയുക മാരീഡ് ലൈഫിലേക്ക് എൻട്രി ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് 10,000 സെലസ്റ്റിയൽ ഇയേഴ്സ് ആണ് അവര് തപസ്യ ചെയ്യുന്നത്. ആൻഡ് അവരെവിടെയാ തപസ്യ ചെയ്യുന്നത്? ഈ സാഗരത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് അവര് തപസ്യ ചെയ്യുന്നത്. ആൻഡ് ഇത് നടക്കുന്നത് സത്യയുഗത്തിലാണ്. അപ്പൊ നമ്മുടെ കലിയുഗത്തിലേക്കുള്ള ഏറ്റവും വലിയ തപസ്യ എന്താണ്? ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ഇനി ഇവര് ഈ പ്രാചീന ബർഹിയുടെ മക്കള് ഇങ്ങനെ തപസ്യ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ പ്രചേതാസ് തപസ്യ ചെയ്യാൻ പോകുന്ന സമയത്ത് അവര് വഴിക്ക് വെച്ച് ലോർഡ് ശിവ ഭഗവാനെ കാണുന്നു. ആൻഡ് അങ്ങനെ അപ്പൊ പ്രചേതാസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെത്തും. അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഈ ചാപ്റ്ററിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആൻഡ് ആ സ്ഥലം ഒരു നല്ല ഒരു ലേക്ക് ആയിരുന്നു. ആ ലേക്കിൽ പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു, സ്വാൻസ് ഉണ്ടായിരുന്നു, പല മരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ സൈഡില്. വളരെ ഭംഗിയായിരുന്നു. ആൻഡ് അവിടെ അവരങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പൊ അവര് അതിശയിക്കും, ആരാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അപ്പോഴാണ് ആ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നത്, ലോർഡ് ശിവ പ്രത്യക്ഷപ്പെടുന്നത്. ലോർഡ് ശിവയെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഫോർത്ത് കാൻഡോ 24th ചാപ്റ്റർ 25th ശ്ലോകയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മഹാദേവരെ എങ്ങനെയാണ് കാണാൻ എന്നുള്ളത്. മോൾട്ടൺ ഗോൾഡ് ബോഡി, ത്രോട്ട് ബ്ലൂയിഷ് ആൻഡ് ഹാഡ് 3 eyes. അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പ്രചേതാസ് ലോർഡ് ശിവയെ കണ്ടതും വണങ്ങും. എന്നിട്ട് ലോർഡ് ശിവ അവരെ കാണും. ലോർഡ് ശിവയും ഇവരെ കാണുമ്പോൾ വളരെ സന്തോഷവാനാവും. എന്നിട്ട് ലോർഡ് ശിവയാണ് പറയുന്നത്, നിങ്ങൾ തപസ്യ ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോ നിങ്ങളെ എന്താണ് തപസ്യ ചെയ്യേണ്ടത്, ആരെയാണ് സ്തുതിക്കേണ്ടത്, ആരെയാണ് തപസ്യ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് മഹാദേവര് ഇത് ഈ പ്രചേതാസിന്റെ അടുത്ത് ഈ രുദ്രഗീതം പറയുന്നത്. ഇനി ഈ രുദ്രഗീതം ചാൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നുള്ളതാണ് ഈ 68 കഴിഞ്ഞിട്ട് 79 വരെയുള്ള, അതായത് 69 to 79 10 ശ്ലോകത്തില് മഹാദേവര് പറയുന്നത് നമ്മള് വർഷിപ്പ് ചെയ്യേണ്ടത് ലോർഡ് കൃഷ്ണയാണ്. ആൻഡ് ഈ സ്തുതി പാടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവും, ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഭഗവാന്റെ പ്ലഷറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പെർഫെക്ഷൻ ലൈഫിന്റെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ രുദ്രഗീതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് 33ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് മഹാദേവര് ചെറിയ ഇൻട്രക്ഷൻ പറയുന്നുണ്ട്. പ്രാചീന ബർഹിയുടെ പുത്രന്മാരോട് പറയുന്നുണ്ട്, പ്രാചീന ബർഹിയുടെ പുത്രന്മാരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സർവ്വ സൗഭാഗ്യങ്ങളും നേരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കൃപ നിങ്ങളിൽ പ്രകടമാക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ദൃശ്യനായി, അതായത് പ്രത്യക്ഷപ്പെട്ടു. അവിടെ വെച്ചിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, സെലഷ്യൽ പ്ലേസിൽ വെച്ചിട്ട്, ആ തടാകത്തിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ മഹാദേവര് പറയും. എന്നിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കും, ഞാൻ ഇപ്പോൾ അതീന്ദ്രിയവും പവിത്രവും മംഗളകരവും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ലഭിക്കുന്ന ഒരുവന് ഏറ്റവും മംഗളകരവുമായ ഒരു മന്ത്രം ജപിക്കാം. ദയവായി ശ്രദ്ധാപൂർവം കേൾക്കുക. മഹാദേവര് പ്രചേതാസിനോട്, പ്രാചീന മഹർഷി എന്ന രാജാവിന്റെ ആ മക്കളോട്, പ്രജാദേവസിനോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ, ശ്രേഷ്ഠമാകുന്നതിന്, പവിത്രമാകുന്നതിന്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അഭിലഷിക്കുന്നതിന് ഞാൻ വളരെ ശ്രേഷ്ഠമായ മംഗളകരമായ ഒരു മന്ത്രം ജപിക്കാം. ആ മന്ത്രത്തെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് പറയും. ഹരേ കൃഷ്ണ. ഇവിടെ എനിക്കും അതാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും പറയുന്നത്. ഈ ശ്ലോകം 33 മുതൽ 78 വരെയുള്ള ശ്ലോകം
ദയവായി വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് മഹാദേവരോടുള്ള ആദര സൂചകമായി തന്നെ ഈ ശിവരാത്രി വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേട്ട് മഹാദേവരുടെ അനുഗ്രഹം ശ്രീകൃഷ്ണ പ്രാപ്തിക്കായി നമ്മൾ എടുക്കുക. ഹരേ കൃഷ്ണ. തുടങ്ങാം മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീരുദ്ര ഉവാച ജിതം ത ആത്മവിദ്വർയാ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമഃ. മഹാദേവൻ താഴെ പറയുന്ന പ്രാർത്ഥനകളോടെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അഭിസംബോധന ചെയ്തു. അലയോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, അവിടുത്തേക്ക് എല്ലാ മഹത്വങ്ങളും സ്വയം സാക്ഷാത്കൃതരായ സർവ ആത്മാക്കളിലും വെച്ച് ഏറ്റവും ഉന്നതൻ അങ്ങാകുന്നു. അങ്ങ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർക്ക് എപ്പോഴും മംഗളകാരിയായതിനാൽ എനിക്കും മംഗളങ്ങൾ വരുത്തണമെന്ന് ഞാൻ ആശിക്കുന്നു. അവിടുന്ന് നൽകിയിട്ടുള്ള സമ്പൂർണങ്ങളായ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് ആരാധ്യാർഹനാണ്. അങ്ങ് പരമാത്മാവാണ്. ആകയാൽ പരമോന്നതനായ ജീവസത്യ എന്ന നിലയിൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. എന്റെ ഭഗവാനെ, അങ്ങയുടെ നാഭിയിൽ നിന്ന് അന്തരിച്ച താമരപ്പൂവിന്റെ പ്രഭാവത്താൽ സൃഷ്ടിയുടെ മുഖം അങ്ങാകുന്നു. ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ വസ്തുക്കളുടെയും പരമനിയന്താവും സർവവ്യാപിയായ വാസുദേവനും അവിടുന്നാണ്. പരമശാന്തനായ അങ്ങയുടെ സ്വയം പ്രകാശിത അസ്തിത്വം മൂലം 6 വിധത്തിലുള്ള പരിണാമങ്ങളാലും അസ്വസ്ഥനാക്കപ്പെടുന്നില്ല. സംകർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് സൂക്ഷ്മ ഭൗതിക ഘടകങ്ങളുടെ മൂലവും സംയോജനത്തിന്റെയും അതുപോലെ തന്നെ ശിഥിലീകരണത്തിന്റെയും മുഖ്യദേവനുമായ സംഘർഷണനും ബുദ്ധിയുടെ യജമാനനും മുഖ്യദേവനും എന്നറിയപ്പെടുന്ന പ്രദ്യുമ്നനുമാകുന്നു. അതിനാൽ അങ്ങേക്ക് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനേ. എന്റെ ഭഗവാനെ, അനിരുദ്ധൻ എന്നറിയപ്പെടുന്ന പരമോന്നത നിയന്ത്രണ ദേവൻ എന്ന നിലയിൽ അങ്ങ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നായകനാകുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു. സ്വന്തം വക്രത്തിൽ നിന്നുള്ള അഗ്നിജ്വാലകളാൽ സമഗ്ര സൃഷ്ടിയെയും നശിപ്പിക്കുവാനുള്ള അങ്ങയുടെ കഴിവിന്റെ പേരിൽ അങ്ങ് സംഘർഷനെന്നും അനന്തനെന്നും അറിയപ്പെടുന്നു. സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷദേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. എന്റെ ഭഗവാനെ, അല്ലയോ അനിരുദ്ധ, അന്യഗ്രഹങ്ങളുടെയും മോക്ഷത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന അധികാരി അങ്ങാകുന്നു. അവിടുന്ന് ജീവസത്തയുടെ പരിശുദ്ധ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട്. അതിനാൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്വർണം പോലെയും അപ്രകാരം അഗ്നിരൂപത്തിലുള്ള ശുക്ലത്തിന്റെ ഉടമയായ അവിടുന്ന് ചാതുർഹോത്രത്തോടെ ആരംഭിക്കുന്ന വൈദിക യജ്ഞങ്ങളെ സഹായിക്കുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമഃ ഊർജൈഷേത്രയാഃ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനേ. എന്റെ ഭഗവാനെ, പിതൃലോകങ്ങളും അതുപോലെ ദേവലോകങ്ങളും നൽകുന്നത് അവിടുന്നാണ്. അവിടുന്ന് ചന്ദ്രന്റെ പ്രബലദേവനും 3 വേദങ്ങളുടെയും യജമാനനുമാകുന്നു. എല്ലാ ജീവസത്വകളുടെയും സംതൃപ്തിയുടെ മൂലസ്രോതസ്സും അങ്ങാകയാൽ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ. സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോ ബലായ ച. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, എല്ലാ ജീവസത്തകളുടെയും വ്യക്തിഗത ശരീരങ്ങൾ അടങ്ങുന്ന ബൃഹത്തായ വിശ്വരൂപമാണങ്ങ്. ത്രിലോകങ്ങളുടെയും പരിപാലകനായ അങ്ങ് ആ നിലയ്ക്ക് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, പ്രാണവായു എന്നിവയെ അവയ്ക്കുള്ളിൽ നിലനിർത്തുന്നു. ആയതിനാൽ
ഞാൻ അങ്ങേക്ക് എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അർത്ഥലിംഗായ നഭസേ നമോന്തർബഹിരാത്മനേ നമഃ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ അതീന്ദ്രിയ സ്പന്ദനങ്ങളുടെ വിസ്തരണത്തിലൂടെ എല്ലാത്തിന്റെയും യഥാർത്ഥ പൊരുൾ വെളിവാക്കുന്നു. അവിടുന്ന് അകത്തും പുറത്തുമുള്ള സർവ്വവ്യാപിയായ ആകാശവും ഈ ഭൗതിക ലോകത്തിലും അതിനുപരിയിലും നിർവഹിക്കപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യവുമാകുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു. പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ ധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുന്ന് പുണ്യപ്രവൃത്തികളുടെ ഫലങ്ങളുടെ നിരീക്ഷകനാണ്. അവിടുന്ന് ഇഷ്ടവും അനിഷ്ടവും അവയുടെ പരിണത കർമ്മങ്ങളുമാണ്. ജീവിതത്തിന്റെ അധാർമികത മൂലമുള്ള ദുഃഖാവസ്ഥയ്ക്ക് നിദാനവും ആയതിനാൽ മരണവും അവിടുന്നാകുന്നു. അങ്ങേക്ക് ഞാൻ എന്റെ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമസ്താശിഷാമീശ മനവേ കാരണാത്മനേ നമോ ധർമായ ബൃഹദേ കൃഷ്ണായ കുണ്ഠമേധസേ പുരുഷായ പുരാണായ സാഖ്യയോഗേശ്വരായ ച. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, വരദായകയിൽ വെച്ച് ഏറ്റവും ഉന്നതനായ വരദായകനാണ് അങ്ങ്. ഉപഭോക്താക്കളിൽ വെച്ച് ഏറ്റവും ഉന്നതനും പുരാതനനും അങ്ങ് സർവ കാരണങ്ങളുടെയും പരമകാരണമായ കൃഷ്ണ ഭഗവാനാകയാൽ ലോകത്തിന്റെ എല്ലാ അതിഭൗതിക തത്വശാസ്ത്രങ്ങളുടെയും ഗുരുവുമാകുന്നു. അങ്ങ് എല്ലാ ധാർമ്മിക തത്വങ്ങളിലും മഹത്തും പരമോന്നത മനസ്സും ഏതവസ്ഥയിലും ഒരിക്കലും സ്തംഭിക്കാത്ത ബുദ്ധിയുള്ളവനുമാകുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ ആവർത്തിച്ച് സമർപ്പിക്കുന്നു. ശക്തിത്രയ സമേതായ മീഡുഷേഹം കൃതാത്മനേ ചേത ആകൂതിരൂപായ നമോ വാജോ വിഭൂതയേ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് പ്രവൃത്തി ചെയ്യുന്നവന്റെ പരമനിയന്താവും ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളുമാകുന്നു. ആകയാൽ അങ്ങ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്താവാകുന്നു. രുദ്രൻ എന്നറിയപ്പെടുന്ന അഹംഭാവത്തിന്റെ പരമനിയന്ത്രകനും അങ്ങാകുന്നു. അങ്ങ് ജ്ഞാനത്തിന്റെ സ്രോതസ്സും വൈദിക ശാസനങ്ങളുടെ കർമ്മങ്ങളുമാകുന്നു. ദർശനം നോതി ദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർ ആരാധിക്കുന്ന രൂപത്തിൽ അങ്ങയെ ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് വേറെ അനവധി രൂപങ്ങളുണ്ട്. ഭക്തന്മാർ വിശേഷാൽ ഇഷ്ടപ്പെടുന്ന അങ്ങയുടെ രൂപം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ രൂപം ദർശിപ്പിക്കുവാൻ ദയവായി എന്നോട് കാരുണ്യമുണ്ടാകണം. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാർ ആരാധിക്കപ്പെടുന്ന ആ രൂപത്തിന് മാത്രമേ ഇന്ദ്രിയങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ച് അവയെ സംതൃപ്തമാക്കുവാൻ കഴിയൂ. സ്നിഗ്ധ പ്രാവൃദ്ഘനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ചാർവായത ചതുർബാഹു സുജാതാരുചിരാനനം പത്മകോശപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സ്വദ്വിജം സുഖപോലാസ്യം സമകർണവിഭൂഷണം. വർഷക്കാലത്ത് ഭഗവാന്റെ സൗന്ദര്യം കാർമേഘ സദൃശ്യമാണ്. വർഷപാതം മിന്നിത്തിളങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീര അവയവങ്ങളും മിന്നിത്തിളങ്ങും. തീർച്ചയായും എല്ലാ സൗന്ദര്യങ്ങളുടെയും ആകത്തുകയാണ് അദ്ദേഹം. ഭഗവാന് 4 കരങ്ങളും കമരതലങ്ങൾ കണക്കുള്ള കണ്ണുകളോടുകൂടിയ അനുപമസുന്ദരമായ മുഖവും മനോഹരമായ ഉയർന്ന നാസികയും മനസ്സിനെ ആകർഷിക്കുന്ന മന്ദഹാസവും മനോഹരമായ നെറ്റിയും തുല്യ മനോഹരങ്ങളും പൂർണ്ണ അലങ്കൃതങ്ങളുമായ കാതുകളുമുണ്ട്. ഹരേഷ പ്രഭു, ഇനിയുള്ള ശ്ലോകം 2 ഒരുമിച്ചാണ്. പ്രീതി പ്രഹസിതാഭാംഗം അലകൈരൂപശോഭിതം ലസത് പങ്കജ കിഞ്ചൽക ദുകൂലം മൃഷ്ടകുണ്ടലം
സ്ഫുരത് കിരീടവലയാ ഹാരനൂപുരമേഖലം ശംഖചക്രഗദാ പത്മ മാലാമണ്യുത്തമർദ്ധമേ. ഇവിടെ മഹാദേവര് ഭഗവാനെ വളരെ ശ്രേഷ്ഠമായി ആ രൂപം വർണ്ണിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ഭക്തന്മാർക്കുമേൽ ഇടം കണ്ണിട്ട് പാർശ്വകടാക്ഷം നടത്തുമ്പോഴും കാരുണ്യപൂർണമായ തൂമന്ദഹാസം ചെയ്യുമ്പോഴും ഭഗവാന്റെ മനോഹാരിത പരമശ്രേഷ്ഠമാകുന്നു. കരുത്ത ചുരുൾമുടിയുടെ അദ്ദേഹത്തിന്റെ വസ്ത്രം കാറ്റിൽ പാറുമ്പോൾ താമരപ്പൂക്കളിൽ നിന്ന് കടും മഞ്ഞ പരാഗണങ്ങൾ പാറിപ്പറക്കുന്നത് പോലെ തോന്നിക്കും. ഭഗവാന്റെ തിളങ്ങുന്ന കർണകുണ്ടലങ്ങൾ, പ്രകാശിക്കുന്ന കിരീടം, വളകൾ, ഹാരങ്ങൾ, പാദസരങ്ങൾ, അരക്കച്ച, വിവിധ ആഭരണങ്ങൾ, ശംഖചക്ര ഗദാപത്മങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ മാറിലെ കൗസ്തുഭരത്നത്തിന്റെ സ്വാഭാവിക ഭംഗി വർദ്ധിപ്പിക്കുന്നു. പ്രഭു ഇപ്പൊ 16 ശ്ലോകം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു ട്രാൻസ്ലേഷൻ പ്രഭു തന്നെ ചെയ്യുമല്ലേ, വായിക്കുമല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സിംഹസ്കന്ദതുഷോ ബിഭ്രത് സൗഭഗഗ്രീവ കൗസ്തുഭം ശ്രിയാനപായിന്യാക്ഷിപ്ത നികശാശ്മോരസോലസത്. ഭഗവാന് ഒരു സിംഹത്തിന്റെ ഇതുപോലുള്ള തോളുകളുണ്ട്. എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മാലകളും കണ്ഠാഭരണങ്ങളും തങ്കമുദ്രകളും മറ്റും ഈ തോളുകളിലുണ്ട്. ഇവയ്ക്കെല്ലാം പുറമേ കൗസ്തുഭമണി, മുത്തിന്റെയും ദേവതയുടെ അടയാളങ്ങളായി വിരിമാറിലുള്ള ശ്രീവത്സ രേഖകളുടെയും ശോഭ അദ്ദേഹത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കുന്നു. ഈ രേഖകളുടെ തിളക്കം സ്വർണത്തിന്റെ മാറ്റുരയ്ക്കുന്ന ഉരകല്ലിന്റെ കിരണങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ്. തീർച്ചയായും അത്തരം കാന്തി ഒരു ഉരകല്ലിന്റെ തിളക്കത്തെ നിഷ്പ്രഭമാക്കും. ഊരരേചക സംവിഘ്ന ബളിവൽകുതലോദരം പ്രതിസംക്രാമയത് വിശ്വം നാഭ്യാവർത്തകഭീരയാ. ഭഗവാന്റെ അരയാലിലയ്ക്കും സമാനമായ അടിവയറിലെ 3 ചുളിവുകൾ വളരെ മനോഹരങ്ങളാണ്. അദ്ദേഹം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ ഭംഗിയേറും. ഭഗവാന്റെ നാഭിയിലെ ചുരുളുകൾ വളരെ ആഴമുള്ളതിനായതിനാൽ മുഴുവൻ ലോകവും അതിൽ നിന്ന് അങ്കുരിച്ച് വികസിക്കുന്നത് പോലെയും തുടർന്ന് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് പോലെയും കാണപ്പെടുന്നു. ശ്യാമശ്രോണി അതിരോജിഷ്ണു ദുകൂല സ്വർണമേഖലം സമചാർവാഗ്രിജംഘുരു നിമ്നജാനു സുദർശനം. ഭഗവാന്റെ അരക്കെട്ടിന്റെ കീഴ്ഭാഗം ഇരുണ്ടതും മഞ്ഞ വസ്ത്രത്താൽ ആച്ഛാദനം ചെയ്യപ്പെട്ടതും അതിനു മീതെ സുവർണ ചിത്രപ്പണി ചെയ്ത അരക്കച്ച കെട്ടിയതുമാകുന്നു. അദ്ദേഹത്തിന്റെ സൗഷ്ഠമുള്ള പങ്കജ പാദങ്ങളും കാൽവണ്ണങ്ങളും സന്ധികളും കാലുകളും അനിതര സാധാരണ സുന്ദരങ്ങളാണ്. തീർച്ചയായും ഭഗവാന്റെ പൂർണ്ണ ശരീരം നന്നേ ഘടനയുക്തതായി കാണപ്പെടുന്നു. പതാശരത് പത്മപലാശരോചിഷ നഖദ്യുഭിർനോ അന്തരഘം വിധുൻവദ പ്രദർശയ സ്വീയമപാസ്തസാദ്വസം പദം ഗുരു മാർഗ ഗുരുസ്തമോജുഷാം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, വസന്തകാലത്ത് വിടർന്ന താമര മലരിന്റെ തണ്ടിതളുകൾ പോലെ അതിമനോഹരങ്ങളാണ് അങ്ങയുടെ പങ്കജപാദങ്ങൾ. അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ നഖങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന മഹാ തേജസ് ബദ്ധാത്മാവിന്റെ ഹൃദയത്തിലെ അന്ധകാരത്തെ തുരത്തിക്കളയുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, ഭക്തന്റെ ഹൃദയത്തിലെ എല്ലാ വിധത്തിലുള്ള തമസിനെയും എല്ലായ്പ്പോഴും അകറ്റുന്ന അങ്ങയുടെ ആ രൂപം ദയവായി എനിക്ക് ദൃശ്യമാക്കണേ. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് എല്ലാവരുടെയും പരമോന്നതനായ ആധ്യാത്മിക ഗുരുവാകുന്നു. ആയതിനാൽ അജ്ഞതയുടെ അന്ധകാരത്തിൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ബദ്ധാത്മാക്കളെയും ആധ്യാത്മിക ഗുരു എന്ന നിലയിൽ അങ്ങക്ക് പ്രകാശിതരാക്കാൻ കഴിയും. ഏതത് രൂപമനുധ്യേയം ആത്മശുദ്ധിം അപീപ്സതാം യദ്ഭക്തി യോഗോ അഭ്യതഃ സ്വധർമ്മം അനുതിഷ്ഠതാം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, സ്വന്തം നിലനിൽപ്പിനെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ വിവരിച്ചതുപോലെ സദാ അങ്ങയുടെ പങ്കജ പാദങ്ങളിൽ ധ്യാന നിരതരാകണം. തങ്ങളുടെ തൊഴിൽപരമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ഗൗരവമുള്ളവരും
ഭയത്തിൽ നിന്ന് മുക്തി കാക്ഷിക്കുന്നവരും നിർബന്ധമായും ഈ ഭക്തിയോഗം സ്വീകരിക്കണം. ഭവാൻ ഭക്തിമദാലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വരാജ്യസ്യാപ്യഭിമത ഏകാദീനാത്മവിദ്ഗതിഃ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, സ്വർഗരാജ്യത്തിന്റെ രാജാവിന് പോലും ജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യമായ ഭക്തിയുത സേവനം നേടാൻ ആഗ്രഹമുണ്ട്. സ്വയം ബ്രഹ്മം തന്നെയാണ് അഹം ബ്രഹ്മാസ്മി തിരിച്ചറിയുന്നവരുടെ പോലും അത്യന്തിക ലക്ഷ്യം അങ്ങാകുന്നു. എങ്ങനെ തന്നെയായാലും അങ്ങയെ പ്രാപിക്കുക അവർക്ക് വളരെ ദുഷ്കരമാണ്. അതേസമയം ഒരു ഭക്തനെ വളരെ അനായാസം അങ്ങയെ നേടുവാൻ സാധിക്കും. തം ദുരാരാധ്യമാരാധ്യ സദാമപി ദുരാപയ ഏകാന്ത ഭക്ത്യ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹിഃ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, പരിശുദ്ധ ഭക്തിയുത സേവനം മോചിതരായ വ്യക്തികൾക്ക് പോലും അനുഷ്ഠിക്കുവാൻ പ്രയാസമാണ്. പക്ഷേ ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രമേ അങ്ങയെ സംതൃപ്തനാക്കാൻ സാധിക്കൂ. ജീവിതത്തിന്റെ പരിപൂർണത ഗൗരവമായി കണക്കിലെടുക്കുന്ന ആരാണ് ആത്മസാക്ഷാത്കാരത്തിന് മറ്റു പ്രക്രിയ സ്വീകരിക്കുക? യത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യത്തെ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യ വിസ്ഫൂജിത ബ്രുവ. വെറുതെ കൺപോളകൾ ഒന്ന് തുറക്കുന്ന നേരം കൊണ്ട് മാത്രം അജയ്യനായ കാലത്തിന്റെ മൂർത്തരൂപമായ അദ്ദേഹത്തിന് സമഗ്ര ലോകത്തെയും ജയിച്ചടക്കാൻ കഴിയും. എങ്ങനെ തന്നെയായാലും അങ്ങയുടെ പങ്കജ പാദങ്ങളിൽ പരിപൂർണമായി ശരണം പ്രാപിച്ച ഭക്തനെ പ്രബലനായ കാലത്തിന് സമീപിക്കാനാവില്ല. ക്ഷണാർദ്ധേനാപി തുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിം ഉദാശിഷഃ. ഒരുവൻ യാദൃശികമായി ഒരു നിമിഷത്തിന്റെ അംശനേരത്തേക്കെങ്കിലും ഒരു ഭക്തനായി സമ്പർക്കം പുലർത്തിയാൽ അവൻ പിന്നീട് ഒരിക്കലും കർമ്മത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ ഫലങ്ങൾക്ക് വിഷയീഭവിക്കില്ല. ആ സ്ഥിതിക്ക് ജനിമൃതികളുടെ നിയമങ്ങൾക്ക് വിഷയപാത്രങ്ങളായ ദേവന്മാരുടെ അനുഗ്രഹങ്ങളിൽ അവന് പിന്നെന്തിനാണ് താല്പര്യം? അഥാന്തകാംഗ്രേ സ്തവ കീർത്തി തീർഹയോ അന്തർബഹിസ്നാന വിധൂത പാപ്മനാം ഭൂതേഷ്വനുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമോ അനുഗ്രഹ ഏഷനസ്തവ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, എല്ലാ ശുഭകാര്യങ്ങളുടെയും പാപത്തിന്റെ കളങ്കനാശത്തിന്റെയും കാരണം അങ്ങയുടെ പങ്കജപാദങ്ങളാകുന്നു. ആകയാൽ അങ്ങയുടെ ചരണാഭുജങ്ങളുടെ ആരാധനയാൽ പരിപൂർണ പരിശുദ്ധരും ബദ്ധാത്മാവുകളോടെ പരമകാരുണ്യകരുമായ ഭക്തന്മാരുമായുള്ള സഹവാസത്താൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. അത്തരം ഭക്തരുടെ സഹവാസത്തിന് എന്നെ അനുവദിക്കുന്നതായിരിക്കും അങ്ങയുടെ യഥാർത്ഥ അനുഗ്രഹമെന്ന് ഞാൻ വിചാരിക്കുന്നു. നയസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായാം ച വിശുദ്ധമാവിശ യദ്ഭക്തിയോഗാനുഗൃഹീതമഞ്ജസ മുനിർവിചഷ്ടേ നനു തത്ര തേ കദിം. ഭക്തിദേവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവനും ഭക്തിയുത സേവന പ്രക്രിയയാൽ ഹൃദയം പരിപൂർണമായി ശുദ്ധമാക്കപ്പെട്ടവനുമായ ഭക്തൻ ഇരുട്ടിന്റെ കിണർ പോലുള്ള ബാഹ്യശക്തിയാൽ പരിഭ്രാന്തനാകപ്പെടില്ല. എല്ലാ ഭൗതിക മാലിന്യങ്ങളും ഈ രീതിയിൽ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ഒരു ഭക്തൻ വളരെ സന്തോഷപൂർവ്വം അങ്ങയുടെ നാമം, യശസ്സ്, രൂപം, കർമ്മങ്ങൾ മുതലായവ മനസ്സിലാക്കാൻ കഴിവുള്ളവനാകും. യത്രേദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിൻ അവഭാതിയത് തത്വം ബ്രഹ്മ പരം ജ്യോതിർ ആകാശം ഇവ വിസ്തൃതം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, നിർവ്യക്തിഗത ബ്രഹ്മം സൂര്യപ്രകാശം പോലെയോ അല്ലെങ്കിൽ ആകാശം പോലെയോ എല്ലായിടത്തും വ്യാപിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഏതിലാണോ മുഴുവൻ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ നിർവ്യക്തിഗത ബ്രഹ്മം അങ്ങാണ്. യോമായേദം പുരുരൂപയാ സൃജത് ബിഭർത്തി ഭൂയഃ ക്ഷപയത്യവിക്രിയഃ യദ്ഭേദബുദ്ധി സ ഇവാത്മഭൂസ്തയാ ത്വമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹി. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങക്ക് നാനാവിധ ശക്തികളുണ്ട്. ആ ശക്തികൾ അനേക രൂപങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടു. ആ ശക്തികളാൽ അങ്ങ് ഈ ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അത് സുസ്ഥിരമാണെന്ന് തോന്നിക്കും വിധം അങ്ങ് അതിനെ പരിപാലിക്കുന്നു.
ആത്യന്തികമായി അങ്ങ് അതിനെ സംഹരിക്കും. അത്തരം പരിവർത്തനങ്ങളിൽ അങ്ങ് ഒരിക്കലും അസ്വസ്ഥനാകപ്പെടുന്നില്ലെങ്കിലും ജീവസത്തകൾ അവയാൽ സംഭ്രമിക്കപ്പെടുകയും അതുമൂലം ഈ ഭൗതിക പ്രപഞ്ചം അങ്ങയിൽ നിന്ന് വിഭിന്നമോ വേറിട്ടതോ ആണെന്ന് കാണുകയും ചെയ്യുന്നു. എന്റെ ഭഗവാനെ, അങ്ങ് എല്ലായ്പ്പോഴും സ്വതന്ത്രനാണ്. ആ സത്യം എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും. क्रियाकलापेरिदमेव योगिनः श्रद्धान्विता साधु यजन्ति सिद्धये भूतेन्द्रियान्तःकरणोपलक्षितं वेदे च तन्द्रे च त एव युकोविताः. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, 5 മൂല ഘടകങ്ങളായ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതികമായ എല്ലാത്തിന്റെയും മേധാവിയും അങ്ങയുടെ ഭാഗിക വിസ്തരണവുമായ പരമാത്മാവെ എന്നിവ അടങ്ങുന്നതാണ്. അങ്ങയുടെ വിശ്വരൂപം ഭക്തന്മാർ ഒഴികെയുള്ള യോഗികൾ, കർമ്മയോഗികളും ജ്ഞാനയോഗികളും അവരുടെ പദവികൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളാൽ അങ്ങയെ ആരാധിക്കുന്നു. എല്ലായിടത്തും ആരാധ്യാർഹൻ അങ്ങ് മാത്രമാണെന്ന് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പ്രസ്താവിച്ചിരിക്കുന്നു. എല്ലാ വേദങ്ങളുടെയും വിദഗ്ധ ഭാഷ്യമാണത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വമേക ആദ്യ പുരുഷ സുപ്ത ശക്തിസ്തയാ രജസത്തമോ വിഭ്യദ്യതേ മഹാനഹം കം മരുദഗ്നിവാർധര സുരർഷയോ ഭൂതഗണ ഇദം യതഃ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, സർവകാരണങ്ങളുടെയും കാരണമായ ഒരേ ഒരു പരമപുരുഷൻ അങ്ങാകുന്നു. ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് അങ്ങയുടെ ഭൗതിക ശക്തി സുഷുപ്താവസ്ഥയിലായിരുന്നു. അങ്ങയുടെ ഭൗതിക ശക്തി വികാരവിക്ഷുബ്ധമായപ്പോൾ സത്ത്, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങൾ കർമ്മനിരതമാവുകയും തദ്ഫലമായി സമഗ്ര ഭൗതിക ശക്തിയും അഹങ്കാരം, സൂക്ഷ്മാകാശം, വായു, അഗ്നി, ജലം, ഭൂമി, വിഭിന്ന ദേവന്മാരും മഹർഷിമാരും ആവിഷ്കൃതമാവുകയും ചെയ്തു. അപ്രകാരം ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടം സ്വശക്തേതും അനുപ്രവിഷ്ടം ചതുർവിധം പുരമാത്മം ശകേന അധോ വിദുസ്തം പുരുഷം സന്തമന്തർ ഉന്തേ കൃഷികൈർ മധുസാരകം യഹ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ സ്വന്തം ശക്തിയാൽ സൃഷ്ടി നടത്തിയ ശേഷം 4 വിധത്തിലുള്ള രൂപങ്ങളിൽ അങ്ങ് സൃഷ്ടിക്കുള്ളിൽ പ്രവേശിച്ചു. ജീവസത്തകളുടെയും ഹൃദയങ്ങളിലിരുന്ന് അവരെ എങ്ങനെയാണ് അവരുടെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്നതെന്നും അങ്ങേക്ക് അറിയാൻ കഴിയും. തേൻകൂട്ടിൽ തേൻ ശേഖരിച്ചതിന് ശേഷമുള്ള തേനീച്ചയുടെ ആസ്വാദനം പോലെയാണ് ഈ ഭൗതിക സൃഷ്ടിയിൽ സന്തോഷമെന്ന് പറയപ്പെടുന്നത്. സയേഷലോകാൻ അതിചണ്ഡവേഗോ വികർഷസിത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈർ അനുമേയ തത്വോ ഖനാവലിർവായുർ ഇവാവിഷഹ്യഃ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ പരമമായ പ്രമാണികത്വം പ്രത്യക്ഷത്തിൽ അനുഭവവേദ്യമല്ലെങ്കിലും നിശ്ചിത കാലത്തിനുള്ളിൽ എല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് ലോകത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഒരുവന് അനുമാനിക്കാൻ കഴിയും. കാലത്തിന്റെ ശക്തി ഉഗ്രമാകയാൽ എല്ലാം തന്നെ മറ്റെന്തിനാലെങ്കിലും നശിപ്പിക്കപ്പെടും. ഒരു മൃഗം മറ്റൊരു മൃഗത്താൽ ഭക്ഷിക്കപ്പെടുന്നത് പോലെ, ആകാശത്തെ മേഘപടലങ്ങളെ കാറ്റ് ചിതറിക്കുന്നത് പോലെ കാലം എല്ലാത്തിനെയും ശിഥിലമാക്കും. പ്രമദം ഉച്ചൈരൈതി കൃത്യ ചിന്തയാ പ്രവൃത്തലോപം വിഷയേഷു ലാലസം ത്വമപ്രവക്ത സഹസാ വിപദ്യസേ ചുല്ലേലിഹാനോ അഹിർ ഇവാക്കും അന്തകഃ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവസത്തകളും എല്ലായ്പ്പോഴും ഓരോരോ കാര്യനിർവഹങ്ങളുടെ നെട്ടോട്ടത്തിലും ഒരു കാര്യമല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുന്നതിനുള്ള തിരക്കിലുമാണ്. അനിയന്ത്രിതമായ ആർത്തിയുടെ ഫലമാണിത്. ജീവസത്തകളിൽ ഭൗതിക ആസ്വാദനത്തിനുള്ള ദുരാഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും ജാഗ്രതായിരിക്കുന്ന അങ്ങയുടെ നായകത്വം പെട്ടെന്ന് തന്നെ അവനെ പിടികൂടുകയും പാമ്പ് എലിയെ വിഴുങ്ങുന്ന ലാഘവത്തിൽ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കസ്തപദാംജം വിജഹാദ്യ പണ്ഡിതോ യസ്തേ അവമാനവയമാനകേതനഃ വിംശകയ്യാസ്മത് ഗുരു അർച്ചയതീയസ്തത് വിനോപപത്തിം മനവശ്ചതുർദശ. പണ്ഡിതൻ, എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, എത്ര അറിവുള്ള വ്യക്തിക്കും അങ്ങയെ ആരാധിക്കണമെന്ന് അറിവില്ലാത്ത പക്ഷം അവന്റെ ജീവിതം നശിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, എത്ര അറിവുള്ള വ്യക്തിക്കും അങ്ങയെ ആരാധിക്കണമെന്ന് അറിവില്ലാത്ത പക്ഷം അവന്റെ ജീവിതം നശിച്ചു പോകും. ഇതറിയുന്ന ഒരുവന്
എങ്ങനെ അങ്ങയുടെ പങ്കജപാദങ്ങളുടെ ആരാധന ഒഴിവാക്കാൻ കഴിയും? ഞങ്ങളുടെ പിതാവും ആധ്യാത്മിക ഗുരുവുമായ ബ്രഹ്മാവ് പോലും അങ്ങയെ മടികൂടാതെ ആരാധിക്കുകയും 14 മനുക്കളും അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയും ചെയ്തു. അധത്വമസി അല്ലേ ശ്ലോകം? അധത്വമസിനോ ബ്രഹ്മൻ പരമാത്മൻ വിഭജിതാം വിശ്വം രുദ്രഭയത്വഷ്ടം സ്മഹൂതയോ ഗതിഹി. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, വാസ്തവത്തിൽ അങ്ങ് പരബ്രഹ്മവും പരമാത്മാവുമാണെന്ന് പണ്ഡിതരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം. സമഗ്ര ലോകവും സർവ്വതിന്റെയും സംഹാരകനായ രുദ്രദേവവാനെ ഭയപ്പെടുന്നുണ്ടെങ്കിലും ജ്ഞാനികളായ ഭക്തന്മാർക്ക് അങ്ങാണ് സർവ്വതിന്റെയും ഭയരഹിതമായ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, വാസ്തവത്തിൽ അങ്ങ് പരബ്രഹ്മവും പരമാത്മാവുമാണെന്ന് പണ്ഡിതരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം. സമഗ്ര ലോകവും സർവ്വതിന്റെയും സംഹാരകനായ രുദ്രദേവനെ ഭയപ്പെടുന്നുണ്ടെങ്കിലും ജ്ഞാനികളായ ഭക്തന്മാർക്ക് അങ്ങാണ് സർവ്വതിന്റെയും ഭയരഹിതമായ ലക്ഷ്യം. ഇതം ജപദഭദ്രം വോ വിശുദ്ധ നൃപനന്ദന സ്വധർമ്മം അനുതിഷ്ഠന്തു ഭഗവത് അർപ്പിതാശയാഹ. എന്റെ പ്രിയപ്പെട്ട രാജപുത്രന്മാരെ, രാജാക്കന്മാരെന്ന നിലയിലുള്ള നിങ്ങളുടെ തൊഴിൽപരമായ ധർമ്മം ശുദ്ധ ഹൃദയത്തോടെ നിർവഹിക്കുക. ഭഗവാന്റെ പങ്കജപാദങ്ങളിൽ മനസ്സുറപ്പിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക. ഭഗവാൻ നിങ്ങളിൽ വളരെ സംപ്രീതനാകിയാൽ അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൈവരുത്തും. സാക്ഷാൽ മഹാദേവര് ഈ മന്ത്രം പ്രചേതസ്സിന്, പ്രാചീന മഹാരാജാവിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് അവസാനം ഇതിന്റെ ഫലശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം ഇത് വ്യാസമഹർഷി രചിച്ചിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുക. അത് നമ്മളോട് പറയുന്നതായിട്ട്, മഹാദേവര് നമ്മളോട് നേരിട്ട് പറയുന്നതായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഇത് മഹാദേവരെ ഈ ശിവരാത്രിയുടെ നമുക്ക് സങ്കല്പമെടുക്കാം. അങ്ങ് പറഞ്ഞു തന്ന ഈ സ്തുതി വല്ലപ്പോഴുമെങ്കിലും ഭഗവാനെ ഞങ്ങൾ ചൊല്ലാം, ഉരുവിടാമെന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട രാജപുത്രന്മാരെ, രാജാക്കന്മാരെന്ന നിലയിലുള്ള നിങ്ങളുടെ തൊഴിൽപരമായ ധർമ്മം, നമുക്ക് എന്താണോ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഏത് തൊഴിൽപരമായ ധർമ്മം ശുദ്ധഹൃദയത്തോടെ നിർവഹിക്കുക. ഭഗവാന്റെ പങ്കജപാദങ്ങളിൽ മനസ്സുറപ്പിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക. ഭഗവാൻ നിങ്ങളിൽ വളരെ സംപ്രീതനാകിയാൽ അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുത്തും. ത്വമേവാത്മനാത്മസ്ഥം സർവഭൂതേഷവസ്ഥിതം പൂജയത്വം ഗൃണന്തച്ഛ ധായന്തച്ഛ സഹൃദ്ധരിം. ആകയാൽ അല്ലയോ രാജപുത്രന്മാരെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഹരി എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്തുതി ചെയ്യുന്നു. അദ്ദേഹം നിന്റെ ഹൃദയത്തിലുമുണ്ട്. അതിനാൽ സദാ ഭഗവാന്റെ മഹത്വത്വങ്ങൾ കീർത്തുകയും അദ്ദേഹത്തിന് മേൽ തുടർച്ചയെ ധ്യാനിക്കുകയും ചെയ്യുക. വീണ്ടും മഹാദേവർ നമ്മളോട് ഉപദേശിക്കുകയാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഹരി എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്തുതി ചെയ്യുന്നു. അദ്ദേഹം നിന്റെ ഹൃദയത്തിലുമുണ്ട്. അതിനാൽ സദാ ഭഗവാന്റെ മഹത്വത്വങ്ങൾ കീർത്തിക്കുക. കഴിഞ്ഞ മാസത്തെ ക്ലാസ്സിൽ ചിത്മമാതാജി പറഞ്ഞിരുന്നു തത്വമസിയുടെ അർത്ഥം. ആ തത്വമസിയുടെ അർത്ഥം വീണ്ടും ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. അദ്ദേഹം നിന്റെ ഹൃദയത്തിലുമുണ്ട്. അതിനാൽ സദാ ഭഗവാന്റെ മഹത്വത്വങ്ങൾ കീർത്തിക്കുകയും അദ്ദേഹത്തിന് മേൽ തുടർച്ചയായി ധ്യാനിക്കുകയും ചെയ്യുക. യോഗോദേശമുപാസാദ്യ താരയന്തോ മുനിപ്രതാക സമാഹിത നിയസർവ ഏതപദ്യ സദാധൃതാഹ. എന്റെ പ്രിയപ്പെട്ട രാജകുമാരന്മാരെ, ദിവ്യനാമത്തിന്റെ കീർത്തന യോഗ സമ്പ്രദായം ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് വർണ്ണിച്ചു തന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ പ്രധാനപ്പെട്ട സ്തോത്രം മനസ്സിൽ സ്വീകരിക്കുകയും മഹാമുനിമാരായി തീരുന്നതിന് വേണ്ടി പാലിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യണം. ഭയഭക്തി ബഹുമാനങ്ങളോടും ശ്രദ്ധയോടും കൂടി മഹർഷിമാരെ പോലെ മൗനത്തിൽ വർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ സമ്പ്രദായം അഭ്യസിക്കാം. മഹാദേവര് വീണ്ടും പ്രചേതസ്സിനോട് ഉപദേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രാജാക്കന്മാരെ, ദിവ്യനാമത്തിന്റെ കീർത്തനം. കലിയുഗത്തില് എന്താണ് ദിവ്യനാമം? ഇതിഷോഡശനാംനാം കലി കന്മഷനാശനം. ഈ കലിയുഗത്തില് എല്ലാ പ്രയാസങ്ങളും അകറ്റാൻ വേണ്ടിയിട്ട് കലിസന്ധാരണോപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ഗീതമാണ്, ആ മന്ത്രമാണ്
നമുക്ക് വേണ്ടത്. എല്ലാ ദിവസവും എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന ഒരു റൗണ്ടെങ്കിലും 108 പ്രാവശ്യമെങ്കിലും നമുക്ക് മഹാദേവരുടെ ആദര സൂചകമായി നമുക്ക് ജപിക്കാം. വീണ്ടും പറയുന്നു, ഇതമാഹ പുരസ്മാകം ഭഗവാൻ വിശ്വസൃക്പതി മൃഗാദീനം ആത്മജാനാം സൃഷ്ടു സംസൃഷ്ടതാം. ഈ പ്രാർത്ഥന ആദ്യം ഞങ്ങളോട് പറയപ്പെട്ടത് എല്ലാ സൃഷ്ടികളുടെയും യജമാനനായ ബ്രഹ്മാവിനാലാണ്. ഭൃഗുവിന്റെ നേതൃത്വത്തിലുള്ള സൃഷ്ടാക്കൾക്ക് സൃഷ്ടി നടത്തേണ്ടിയിരുന്നതിനാൽ അവർക്ക് ഈ പ്രാർത്ഥന നിർദ്ദേശിക്കപ്പെട്ടു. ഭൃഗുവിന്റെ നേതൃത്വത്തിലുള്ള സൃഷ്ടാക്കൾക്ക് സൃഷ്ടി നടത്തേണ്ടിയിരുന്നതിനാൽ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നല്ല ഒരു സന്തതി പരമ്പരയെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നായകളെയും മറ്റു ജന്തുക്കളെയും പോലെ ഉള്ള വിവാഹ ജീവിതമല്ല നമ്മൾ പാലിക്കേണ്ടത്. ആ വിവാഹ ജീവിതം ധന്യമാക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് നമ്മുടെ വരുന്ന സന്തതികളെ ഭഗവാന്റെ സന്തതികളായി കണ്ടുകൊണ്ട് ഭഗവാന്റെ ശ്രേഷ്ഠമായ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മഹാദേവരാൽ ആലപിക്കപ്പെട്ട ഉപദേശിക്കപ്പെട്ട ഈ രുദ്രഗീതം ചൊല്ലിക്കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടാണ് ഓരോരുത്തരും അവരുടെ വിവാഹ ജീവിതം ആരംഭിക്കേണ്ടത്, കുടുംബ ജീവിതം ആരംഭിക്കേണ്ടത്. ദേവയം നോദിതോ സർവേ പ്രജാസർഗേ പ്രജേശ്വരാഹ അനേനതോസ്തമസഹ സുഷ്മോ വിവിധ പ്രജാഹ. പ്രജാപതിമാരോട് സൃഷ്ടി നടത്താൻ ബ്രഹ്മദേവൻ ആജ്ഞാപിച്ചപ്പോൾ ഞങ്ങൾ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ പുകഴ്ത്തി ഈ പ്രാർത്ഥനകൾ കീർത്തിക്കുകയും എല്ലാ അജ്ഞതകളിൽ നിന്നും സമ്പൂർണ്ണ സ്വതന്ത്രരാവുകയും ചെയ്തു. അപ്രകാരം വിവിധ തരം ജീവസത്തകളെ സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അഭേദം നിത്യതായുക്തോ ജപന്നവഹിതപ്പുമാൻ അജിരാശ്രേയ ആപ്നോതി വാസുദേവ പരായണക. ഭഗവാൻ കൃഷ്ണനിൽ സദാ മനസ്സ് നിമഗ്നമാക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്തൻ അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥന ചൊല്ലുന്ന പക്ഷം അവൻ താമസമിന ജീവിതത്തിന്റെ പരമോന്നത പരിപൂർണത പുൽകും. ഇത് മഹാദേവര് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. മഹാദേവര് പ്രജേതസിനോട് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. ഭഗവാൻ കൃഷ്ണനിൽ സദാ മനസ്സ് നിമഗ്നമാക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്തൻ അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥന ചൊല്ലുന്ന പക്ഷം അവൻ താമസമിന ജീവിതത്തിന്റെ പരമോന്നത പരിപൂർണത പുൽകും. ശ്രേയസാമിക സർവേഷാം ജ്ഞാനം നിശ്രേയസാം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനൗർവ്യസനാർണവം. ഈ ഭൗതിക ലോകത്തിൽ വിവിധ തരത്തിലുള്ള നേട്ടങ്ങളുണ്ട്. അവയിൽ ഏറ്റവും മഹത്തായത് ജ്ഞാനമാണെന്ന് പരിഗണിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അറിവിന്റെ തോണിയിൽ മാത്രമേ ഒരുവന് അജ്ഞാന സമുദ്രം തരണം ചെയ്യാൻ കഴിയൂ. അറിവില്ലാത്ത പക്ഷം ആ സമുദ്രം മറികടക്കാൻ കഴിയില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന സ്റ്റേറ്റ്മെന്റിന്റെ നിർവചനം. യൈമം ശ്രദ്ധയായുക്തോ മദ്ഗീതം ഭഗവസ്തവം അധീയാനോ ദുരാരാധ്യം ഹരിം ആരാധയത്യസൗ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാനും അദ്ദേഹത്തെ ആരാധിക്കാനും വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ചിട്ടപ്പെടുത്തി ആലപിച്ച ഈ പ്രാർത്ഥന സ്പന്ദിപ്പിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്ന ഒരുവന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാരുണ്യം നിഷ്പ്രയാസം ആവാഹിക്കുവാൻ കഴിയും. മഹാദേവർ ഇവിടെ നമുക്ക് ഉറപ്പ് തരികയാണ്, ഹോമങ്ങളോ യജ്ഞങ്ങളോ ഈ കലിയുഗത്തിൽ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. നിങ്ങൾക്കത് പക്ഷേ അതിൻ്റെ ഗൂഢതന്ത്രങ്ങളിലേക്ക് പോകാൻ കഴിയുമായിരിക്കില്ല. നിങ്ങൾ അത് ആലോചിക്കുക, വ്യസനിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആലപിച്ച ഈ ഗീതം, ഈ മന്ത്രം നിങ്ങൾ ദിവസവും ചൊല്ലിയാൽ മാത്രം മതി. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാനും അദ്ദേഹത്തെ ആരാധിക്കുവാനും വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ചിട്ടപ്പെടുത്തി ആലപിച്ച ഈ പ്രാർത്ഥന സ്പന്ദിപ്പിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്ന ഒരുവന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാരുണ്യം നിഷ്പ്രയാസം ആവാഹിക്കുവാൻ കഴിയും. മഹാദേവർ ഒരിക്കലും നമ്മളോട് കള്ളം പറയുകയില്ല. പെട്ടെന്ന് ക്ഷിപ്രപ്രസാദി എന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത് മഹാദേവർ ക്ഷിപ്രപ്രസാദി എന്നാണെന്നുള്ളത്. ഈ രുദ്രഗീതം വായിക്കുന്ന വേളയിൽ തന്നെ
മഹാദേവരുടെ അനുഗ്രഹം നമുക്കുണ്ടാകും. വിന്ദതേ പുരുഷോഷ്മ ഇച്ഛത്തി സത്വരം മദ്ഗീത ഗീതാ സുപ്രീതാ ശ്രേയസാം ഏക വല്ലഭാത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എല്ലാ മംഗളകരങ്ങളായ അനുഗ്രഹങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ്. ഞാൻ ആലപിച്ച ഈ ഗാനം പാടുന്ന ഒരു മനുഷ്യജീവിക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയും. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഉറച്ച അത്തരമൊരു ഭക്തന് പരമോന്നതനായ ഭഗവാനിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നത് എന്തും ആർജിക്കുവാനാകും. മഹാദേവർ തരുന്ന അടുത്ത ഒരു ഉറപ്പാണ്. ഇതം ജകല്യ ഉത്തായ പ്രാഞ്ജലി ശ്രദ്ധയാനിതഃ ശൃണിയാച്ഛാവയൻ മത്യു ഉച്ചതേ കർമ്മബന്ധനൈഹി. അതിപ്രഭാതത്തിൽ ഉണർന്ന് മഹാദേവൻ ആലപിച്ച ഈ പ്രാർത്ഥന കൂപ്പുകൈകളോടെ കീർത്തിക്കുകയും ശ്രവിക്കുകയും മറ്റുള്ളവരെ ശ്രവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ ഫലകാംക്ഷാ കർമ്മങ്ങളുടെ എല്ലാ വന്ദനങ്ങളിൽ നിന്നും തീർച്ചയായും മുക്തനായിത്തീരും എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം മുക്തനായിത്തീരും. അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാന് മഹാദേവർ ആലപിച്ച ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് മഹാദേവർ തരുന്ന മറ്റൊരുറപ്പാണ്. ഗീതമ്മയേഥം നരദേവനന്ദനാഹ പരസ്യ പുംസ പരമാത്മനസ്തവം ജവന്ത ഏകാഗ്രദ്യസ്തവോ മഹത് പരദ്വമന്തേ തഥ ആപസ്തേത്വിനിശ്ചിതം. എന്റെ പ്രിയപ്പെട്ട രാജാവിന്റെ പുത്രന്മാരെ, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തുന്ന പ്രാർത്ഥന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പരമാത്മാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ളതാണ്. മഹാതപസ്സുകളോളം തന്നെ ഫലപ്രദമായി പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ പക്വമതികളാകുമ്പോൾ നിങ്ങളുടെ ജീവിതം വിജയപ്രദമാവുകയും നിങ്ങൾ ഇച്ഛിച്ചവയെല്ലാം നിങ്ങൾക്ക് നിശ്ചയമായും വീഴ്ച കൂടാതെ നേടാൻ കഴിയുകയും ചെയ്യും. ഭഗവാൻ മഹാദേവര് അടിവരയിട്ട് ഉറപ്പിച്ച് ഈ മന്ത്രം പ്രചേതസ്സുകൾക്ക് കൊടുക്കുകയാണ്. അത് വ്യാസമഹർഷി മഹാഭാഗവതത്തിലൂടെ നമ്മൾക്കും തന്നു. ഒന്നുകൂടെ പറയുകയാണ് മഹാദേവരുടെ ആ ഉറപ്പ്. എന്റെ പ്രിയപ്പെട്ട രാജാവിന്റെ പുത്രന്മാരെ, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തന്ന പ്രാർത്ഥന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പരമാത്മാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ളതാണ്. മഹാതപസ്സുകളോളം തന്നെ ഫലപ്രദമായി പ്രാർത്ഥന, മഹാതപസ്സുകളോളം വർഷങ്ങളായി, സത്യയുഗത്തിലൊക്കെ വർഷങ്ങളായി തപസ് ചെയ്യുന്നു. ആ തപസ്സുകളുടെ എല്ലാം ഫലം രാവിലെ പ്രഭാതത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്ന വഴി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് കലിയുഗത്തിന്റെ ശ്രേഷ്ഠത. പരമാത്മാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ളതാണ്. മഹാതപസ്സുകളോളം തന്നെ ഫലപ്രദമായി പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ പക്വമതികളാകുമ്പോൾ നിങ്ങളുടെ ജീവിതം വിജയപ്രദമാവുകയും നിങ്ങൾ ഇച്ഛിച്ചവയെല്ലാം നിങ്ങൾക്ക് നിശ്ചയമായും വീഴ്ച കൂടാതെ നേടാൻ കഴിയുകയും ചെയ്യുന്നു. പ്രഭുപാദര് ഇങ്ങനെ ഭാവാർത്ഥം നിർത്തുന്നു. നാം നിർബന്ധ ബുദ്ധിയോടെ വാശിയോടെ ഭക്തിയുത സേവനത്തിൽ മുഴുകുന്ന പക്ഷം നിശ്ചയമായും നമ്മുടെ ഇച്ഛകളെല്ലാം കാലക്രമേണ സഫലമാണ്. ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മൾ നിശ്ചയമായും ഒരു ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് എന്നുള്ള ഒരു പ്രതിജ്ഞയോടെ ബോധത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുക. മഹാദേവര് തന്നിരിക്കുന്ന ഈ മന്ത്രം നമ്മൾ ചൊല്ലുക. ഒരു ചെറിയൊരു കഥ ഇതിനെപ്പറ്റി പറയും. പ്രഭുപാദര് ഒരിക്കലും ചെന്നൈയിൽ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ വീട്ടിൽ പോവുകയുണ്ടായി. ഗസ്റ്റായിട്ട് ചെല്ലുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹവും ചെറിയ ഒരു കുട്ടിയുമുണ്ട്. അവരവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു സമ്മാനം, ഒരു സിൽവറിന്റെ കൃഷ്ണന്റെ ഒരു വിഗ്രഹം പ്രഭുപാദർക്ക് കൊടുത്തു, സമ്മാനമായിട്ട് കൊടുത്തു. പ്രഭുപാദർ അത് നോക്കിയിട്ട് അത് ടേബിളിന്റെ വെച്ചു. അവിടെ കളിച്ചുകൊണ്ട് നടന്ന ആ കുട്ടി ആ കൃഷ്ണന്റെ വിഗ്രഹത്തെ എടുത്തുകൊണ്ടുപോയി. അപ്പൊ എടുത്ത് വളരെ ഒരു ഈസി ആയിട്ട് പ്രഭുപാദര് ജസ്റ്റ് ടേബിളിന്റെ പുറത്ത് അങ്ങനെ സാധാരണ പോലെ വെച്ചു. ഈ കുട്ടി വന്നിട്ട് കുട്ടിക്ക് അതിൽ ഇഷ്ടം തോന്നി, എടുത്തുകൊണ്ട് പോയി കളിക്കാൻ തുടങ്ങി. അപ്പൊ അത് അവിടുത്തെ ആ മാതാജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇത്രയും വിലപിടിപ്പുള്ള സിൽവറിൽ ചെയ്തിരിക്കുന്ന കൃഷ്ണൻ കുട്ടികൾക്ക് വെറുതെ കളിക്കാനുള്ളതല്ല എന്ന് ചിന്തിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട്
മറച്ചു പിടിച്ചിട്ട്, നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കൈമാറി അത് പ്രഭുപാദരുടെ കയ്യിലെത്തി. പ്രഭുപാദ അത് പിടിച്ച് പുറകിൽ പിടിച്ചു. ഈ കുട്ടി കുറച്ച് നോക്കുമ്പം ഈ കൃഷ്ണന്റെ വിഗ്രഹം കാണുന്നില്ല. എവിടെ പോയി? കുട്ടി കരയാൻ തുടങ്ങി. അപ്പം വേർ ഈസ് മൈ കൃഷ്ണ, വേർ ഈസ് മൈ കൃഷ്ണ, എന്റെ കൃഷ്ണൻ എവിടെയാണ് എന്നാണ് വിലപിച്ചുകൊണ്ടാണ്. അപ്പൊ ശാഠ്യം പിടിച്ചു, എന്റെ കൃഷ്ണനെ എനിക്ക് വേണം, എന്റെ കൃഷ്ണനെ എനിക്ക് വേണം എന്ന് ശാഠ്യം പിടിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ആരുടെ അടുത്തായിരിക്കും കൃഷ്ണനുള്ളത്, ആർക്കായിരിക്കും കൃഷ്ണനുള്ളത്? അപ്പൊ എല്ലാവരുടെയും കണ്ണുകൾ പ്രഭുപാദരുടെ മുഖത്തേക്ക് നീണ്ടു. കാര്യം പ്രഭുപാദരോടൊപ്പം കൃഷ്ണൻ എപ്പോഴും ഉണ്ട്. ഈ കുട്ടി ചിരിച്ചുകൊണ്ട് പ്രഭുപാദരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, വേർ ഈസ് മൈ കൃഷ്ണ, വേർ ഈസ് മൈ കൃഷ്ണ? പ്രഭുപാദർ ചോദിച്ചു വീണ്ടും, എന്റെ കയ്യിലില്ല. വീണ്ടും ഈ കുട്ടി ചോദിക്കുന്നു, വേർ ഈസ് മൈ കൃഷ്ണ, ഐ വാണ്ട് നൗ, ഐ വാണ്ട് നൗ, എനിക്ക് ഇപ്പൊ തന്നെ ഈ എന്റെ കൃഷ്ണനെ വേണം. ആ കുട്ടി കരയാൻ തുടങ്ങിയപ്പം പ്രഭുപാദര് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സിൽവറിലെ കൃഷ്ണ വിഗ്രഹം ആ കുട്ടിക്ക് എടുത്തു. ഇതുപോലെ ഭഗവാനെ നമ്മൾ കരഞ്ഞ് വിളിച്ചെടുക്കണം. വേർ ഈസ് മൈ കൃഷ്ണ? ആ കൃഷ്ണ കൃഷ്ണ എന്നുള്ള ആ ഒരു വിളിയില് ഭഗവാൻ അലിയണം. അവിടെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രസക്തി. നമ്മൾ ഹരേ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഭഗവാന്റെ ഉള്ളിൽ തട്ടണം. നമ്മൾ ഭഗവാനെ വിളിക്കുമ്പം അതൊരു ക്രേസിയോടെ ആയിരിക്കണം. ഈ കുട്ടി എനിക്കിപ്പം കിട്ടണം എന്ന ഒരു ശാഠ്യം പിടിച്ച പോലെ തന്നെ ആയിരിക്കണം. നമുക്ക് കൃഷ്ണനെ കിട്ടണം എന്ന അതേ ഭാവത്തിലായിരിക്കണം ഭഗവാനെ വിളിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ മഹാദേവനും പറഞ്ഞു തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഈ മഹാശിവരാത്രി നാളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനായി മഹാദേവരുടെ എല്ലാ ആശീർവാദവും ഉണ്ടാകണേ എന്ന് ഇവിടെ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശില്പമാതാജി എന്ത് പറയാനുണ്ട്? Hare Krishna Prabhu. Wonderful message. Lord Shiva is also saying the same thing, that the purpose of our life, the purpose of our life is to please Krishna. Adu matrana. Just like Mirabai, just like Gopikas, അവരൊക്കെ ശരിക്കും madly in love with Krishna ആയിരുന്നു. അതേ ഒരു എന്താ പറയാ, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കണം എല്ലാ ഡിവോട്ടീസിന്റെ എന്നാണ്. ഐ മീൻ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ക്രിയേഷൻ ഓൾസോ, അല്ലെ? നമ്മുടെ ഒരു എക്സിസ്റ്റൻസിന്റെ പർപ്പസ് തന്നെ അത് തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ സ്മിത മാതാജിയിലോട്ട് വരുന്നു. മാതാജി പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. എല്ലാവർക്കും എന്താ പറയാ, മഹാദേവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉത്സാഹത്തോടെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് മഹാദേവരോട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും മഹാദേവർക്ക് വളരെ ഈസി ആയിട്ട് സാധിച്ചു തരാൻ പറ്റും. അതാണ് അതിന്റെ രസം എന്ന് പറഞ്ഞാല്. ഷോർട്ട് കട്ട് നമുക്ക് ഭഗവാന്റെ ഭക്തി വേണമെങ്കിൽ മഹാദേവരെ നമുക്ക് വിളിച്ചാൽ മതി. കലാധർ ദാസ് ജി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ സുശ്യം പ്രഭുവിന് എടുത്തോട്ട് പോവാം. സുശ്യം പ്രഭു. സുശ്യം പ്രഭു. ഹരേ കൃഷ്ണ. പറഞ്ഞു. എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എങ്കിലും എന്തെങ്കിലും കാണും. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ഈ ശിവരാത്രി ഉറക്കമൊഴിയുന്നത് എന്തിനാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ അതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ടാവും. എനിക്ക് വലിയ പിടിയില്ല. ശിവരാത്രി ഒഴിയണം എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കും അറിയില്ല അത്. ഹരേ കൃഷ്ണ. ഇവിടെ ഞാൻ പബ്ലിക്കിനോട് തന്നെയാണ് ചോദിക്കുന്നത്. വിദ്യാജി പറയൂ. അറിയാം. ഓക്കെ. ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ. അറിയില്ല പ്രഭു. ഹരേ കൃഷ്ണ.
ഇത് കറങ്ങി തിരിഞ്ഞു വരുമല്ലോ. ഹരേ കൃഷ്ണ. ഞാന് വീണ്ടും നമ്മുടെ അനിൽജി ഉണ്ട്, നോഡൽ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നേരെ സുധീഷ് ജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇതിന്റെ ഈ ഒരു സ്റ്റോറി വളരെ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. കുറച്ച് കേൾവിയുണ്ട്, പക്ഷെ അത്രയും ക്ലിയർ ആയിട്ട് അറിയില്ല. എങ്കിലും എന്താണ് കേട്ടത്? ഇല്ല, അത് അറിയുന്ന ആരെങ്കിലും പറയട്ടെ, അതായിരിക്കും അല്ലേന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മീരാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്കും അറിയില്ലേ പ്രഭു എന്താന്നുള്ളത്. സുശീം പ്രഭു വല്ലാത്തൊരു ക്വസ്റ്റ്യനാ ചോദിച്ചതല്ലേ? പണ്ടേ ഇങ്ങനെ ഉറക്കം വെളുക്കുന്നവരെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ക്ഷേത്രങ്ങളിൽ. അതെ അതെ, സ്ഥിരമായി ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പല സയന്റിഫിക് റീസൺസും സദ്ഗുരു ഒക്കെ പറയുന്നുണ്ട്. there must be some other reason, like സയന്റിഫിക് അല്ലാത്ത കഥ കാണും. ഓക്കെ, സദ്ഗുരു എന്താണ് പറഞ്ഞത്? സദ്ഗുരു വേറെ എന്തൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര ഡിഫറെന്റ് ആണ്. വെർട്ടിക്കലായിട്ട് നമ്മൾ ഇരിക്കണം, സം അതർ എനർജി സംതിങ് ഒക്കെ ഉണ്ട്. അത് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അതിന് പുറകിലൊരു കഥ കാണും. അനിൽജി, അത് നോക്കിയില്ല ഞാനത്, കഥ കാണും. അനിൽജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സംശയമാണ്. വീഡിയോയിൽ വരാം. അതിനകത്ത് ഈ കാളകൂട വിഷയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളതാണ്. അതെ, പറഞ്ഞോളൂ. അതൊരു സംശയമാണ്, അത് ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. തീർച്ചയായിട്ടും. സുമാരി, എന്താണ് കേട്ടിട്ടുള്ളത്? പ്രഭു സോറി, ആ ക്വസ്റ്റ്യൻ എന്താ അതല്ലേ ചോദിക്കണേ? ഞാന് ശിവരാത്രിയിൽ ഉറക്കം വഴിയുന്ന എന്തിനാണെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അത് എന്താ പറയാ, പാലാഴി കടയുന്ന സമയത്ത് കാളകൂട വിഷം പൊന്തി, അപ്പൊ അത് ഭൂമിയില് വീണാൽ സർവ്വതും നശിക്കും. അപ്പൊ ശിവൻ അത് കുടിക്കാൻ നോക്കിയപ്പോ പാർവതി ദേവി വന്ന് തടഞ്ഞു. കഴുത്തിന് കയറി പിടിക്കുമല്ലേ ഭാര്യമാര്? അതുകൊണ്ടാ നമ്മുടെ എല്ലാം കഴുത്തിന് കയറി പിടിക്കുന്നതല്ലേ? അതുകൊണ്ടാ നമ്മുടെ എല്ലാം എല്ലാവരും മഹാദേവ ഭക്തന്മാരാ, ചുമ്മാതല്ല. ഇനിയിപ്പം കഴുത്തിന് പിടിക്കുന്നവരായാലും ഒന്നും പറയരുത് അല്ലേ ശിവാജി? തമാശ. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് സോഫ്റ്റ് ആക്കിയത്, കഴുത്തിന് കയറി പിടിച്ചു എന്ന് പറയുന്നത് മതി. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു വീണ്ടും ജയപ്രകാശ് വന്നിരുന്നു. രാജീവ് പ്രഭു കൗണ്ട് ഡൗൺ ആവുന്നുണ്ട്. രാജീവ് പ്രഭു. ഹരേ കൃഷ്ണ. ഇത് പ്രഭു ഇതിനെ പറ്റിയിട്ടാണ്. ഇത് ശിവരാത്രി ഉറക്കം വഴിയുന്നതാണെന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു സുശീം പ്രഭു. ഇങ്ങനെയൊക്കെയുള്ള ചില ഞാൻ കേട്ടത് ഇതുപോലെ തന്നെയാണ്. ഈ രാത്രി ഉറക്കൊഴിയുന്നതുമായിട്ട് ഈ കാളകൂടം വിഷം മറ്റേ പാർവതി ദേവി പിടിച്ചു എന്ന് പറഞ്ഞത്, അതിനു വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് പിന്നെ ദേവന്മാരൊക്കെ പിന്നെ രാത്രി ഉറക്കൊഴിഞ്ഞിരുന്നു ഭഗവാന് വേണ്ടിയിട്ട്, പാർവതി ദേവി എല്ലാവരും കൂടെ. അതിന്റെ ഒരു ഇതായിട്ടാണ് എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ജ്യോതി മാതാജി എന്താ പറയുന്നത്? ഓക്കെ, കേട്ട് തന്നെയാണ്. പാലാഴി കടയുന്ന സമയത്ത് കാളകൂട വിഷം പുറത്തേക്ക് വന്നു. അപ്പോ അത് ഭൂമിയിൽ വീണാല് ഭയങ്കര ദോഷം, എല്ലാതും നശിക്കും. അപ്പൊ അത് കാരണം ഭഗവാൻ ശിവൻ ചെന്നിട്ട് അത് കയ്യിൽ മേടിച്ചിട്ട് പാനം ചെയ്തു. അപ്പൊ അത് കണ്ടു നിന്ന പാർവതി ദേവി ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിട്ട് കഴുത്തില് പിടിച്ചു. തുപ്പാതിരിക്കാൻ വേണ്ടിട്ട് മഹാവിഷ്ണു അത് വായ പൊത്തിപ്പിടിച്ചു. അപ്പൊ അത് കാരണം ആ ചങ്കിൽ അങ്ങനെ കണ്ടത്തിൽ അങ്ങനെ തങ്ങി നിന്നു.
അതുകൊണ്ട് അങ്ങനെ നീലകണ്ഠൻ എന്ന് പേര് വന്നു. പിന്നെ അത് കാരണം ബോധക്ഷയം സംഭവിച്ചു. അപ്പോ ഇവരെല്ലാവരും കൂടി രാത്രി ഭഗവാന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കണമെന്നാണ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഉറക്കൊഴിച്ചിരിക്കുന്നത്. ഭഗവാന് വേണ്ടിയിട്ട് നമ്മളും കൂടി എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് അടുത്തു വന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഏറ്റവും സാഹസികമായ കാര്യങ്ങളെല്ലാം ഭഗവാൻ ഏൽപ്പിക്കുന്നത് മഹാദേവരെയാണ്. കാര്യം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രേഷ്ഠനായ ഭക്തൻ മഹാദേവരാണ്. വൈഷ്ണവാനാം യഥാ ശംഭു ഭാഗവത്തിൽ പറയുന്നു. വൈഷ്ണവാരിൽ പരം വൈഷ്ണവൻ അത് മഹാദേവരാണ്. ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നു, രുദ്രാണാം ശങ്കരച്ചാസ്മി, 11 രുദ്രന്മാരിൽ ശങ്കരൻ എന്നെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം അത്രയ്ക്കും അഭേദ്യമായ ഒരു ബന്ധം ഭഗവാനും മഹാദേവരും തമ്മിലുണ്ട്. ഗംഗയെ തലയിൽ വെച്ച് കൊടുത്തതും ഭഗവാനാണ്. ഈ ഒരു ദൗത്യം വെച്ചു കൊടുത്തതും ഭഗവാനാണ്. കാര്യം എന്ത് കാര്യം പറയുന്നുവോ അത് യാതൊരു വിഷമവുമില്ലാതെ, മറു ചോദ്യമില്ലാതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ചോദ്യം ചോദിക്കും. വൈ, വാട്ട്, വൻ. ഇതൊന്നും മഹാദേവര് ചോദിക്കില്ല. അതേപോലെ തന്നെ ശിരസാ വഹിക്കും. ഇപ്പം ഇവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അമൃത് കടയുകയാണ്, ബൈ പ്രൊഡക്റ്റ് ആണ് കാളകൂട വിഷം. ഗംഗ നേരിട്ട് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഭൂമി നശിക്കുമോ അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും നശിക്കും ഈ ബൈ പ്രൊഡക്റ്റ് ആയ വിഷം വരുമ്പോൾ. അപ്പം എല്ലാ ദേവന്മാരും ഭയചകിതരായി ഭഗവാനെ ചെന്ന് അഭയം പ്രാപിക്കും. കൃഷ്ണ, വാസുദേവ, വരാൻ പോകുന്നത് കാളകൂട വിഷമാണ്. ഇത് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഭൂമി മാത്രമല്ല ദേവലോകവും എല്ലാം നശിക്കും. ഇതിനൊരു ഉപായം കാണണം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ വളരെ സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി മഹാദേവരെ വിളിക്കും. മുന്നോട്ട് വരാൻ പറയും. ശിവന്റെ അടുത്ത് ഭഗവാൻ പറയും അതെടുത്ത് കുടിച്ചോളാൻ പറയും. വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. മഹാദേവര് അന്നേരം തന്നെ അതെടുത്ത് പാനം ചെയ്യാൻ തുടങ്ങും. പാർവതി ദേവിക്ക് അതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് ഭർത്താവ് എന്നുള്ള സ്നേഹം കൊണ്ട് പാർവതി ദേവി ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. അതേസമയം മഹാദേവനും അറിയാം ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. കാര്യം ഇത്രയും വലിയ ഗംഗാനദിയെ സ്വന്തം ശിരസില് മഹാദേവർക്ക് വഹിക്കാമെങ്കിൽ ഈ വിഷവും മഹാദേവർക്ക് നിസാരമായിട്ട് കാണും. അതുകൊണ്ടാണ് ഭഗവാൻ മഹാദേവരെ വിളിച്ചത്. അങ്ങനെ മഹാദേവര് ആ വിഷത്തെ കുടിച്ചു. പാർവതി ദേവി ഭയപ്പെട്ട് കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു. എന്റെ ഭർത്താവ് വിഷമാണ് കുടിച്ചിരിക്കുന്നത്, രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. മഹാദേവര് തുടർന്ന് ധ്യാനത്തിലുമായി. എല്ലാവരും ഭയചകിതരായി. മഹാദേവര് മോഹാലാസ്യപ്പെട്ട് വീണു എന്ന് അവര് തെറ്റിദ്ധരിച്ചു. മഹാദേവര് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്നതാണ്. അപ്പൊ ആ ധ്യാനത്തിൽ മഹാദേവർ ഉണരാൻ വേണ്ടിയിട്ട്, ഇത് മഹാദേവര് അൺകോൺഷ്യസ് ആണ്, അബോധാവസ്ഥയിലാണ് എന്ന് കരുതിയിട്ട് ഭക്തന്മാരെല്ലാം മഹാദേവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതും ഭഗവാന്റെ ഒരു കളിയാണ്. അടുത്ത ദിവസം മഹാദേവർ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഉണരുകയും ചെയ്യും. അപ്പൊ ഒരു ഭക്തന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കും എന്ന ഒരു ആദര സൂചകമായ ഒരു സന്ദേശവും ശിവരാത്രിയിൽ ഈ ഭക്തന്മാര് മഹാദേവർക്ക് വേണ്ടിയിട്ട് ഉണർന്നിരിക്കുമ്പോൾ തരുന്നു. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് വാഞ്ചാകൽപതരൂഭ്യച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാ വൈഷ്ണവ ഭക്തന്മാരെയും ഞാൻ സാദരം പ്രണമിക്കുന്നു. കാര്യം കൽപ്പവൃക്ഷങ്ങളെ പോലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുവാനുള്ള കഴിവ് അവർക്കുണ്ട്. ഈ അവസരത്തിൽ അത് തന്നെയാണ് നമ്മളും ഓർമ്മിക്കുന്നത്. മഹാദേവരോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആത്യന്തികമായ അപേക്ഷ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിഷ്കളങ്കമായ സ്നേഹവും അനുഗ്രഹവും നമുക്ക് കിട്ടണമേ എന്നുള്ളതാണ്.
ഏതൊരവസ്ഥയിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണമെന്നുള്ളതാണ്. അങ്ങ് മഹാഭഗവാനെ എങ്ങനെ സ്തുതിക്കുവാൻ സാധിച്ചുവോ അതുപോലെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ആ മന്ത്രം രുദ്രഗീതം സ്തുതിക്കാൻ സാധിക്കണമേ എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഇനി ഡൗട്ട്, എന്തെങ്കിലും സംശയങ്ങൾ, ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ പറയൂ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കേട്ടിട്ടുള്ളത് ഇത് കേട്ടു. ഹരേ കൃഷ്ണ. ഒരു പാട്ട് അനഭി എന്ത് പാടാൻ പറ്റും? എന്താണ്? എന്ത് പാടാൻ പറ്റും? ഒരിത്തിരി, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഹരേ കൃഷ്ണ. മതി സ്നേഹം ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വരുന്നു കമലുവിലേക്ക്. കമലു, ഹരേ കൃഷ്ണ. 2-3 മിനിറ്റ് ബാക്കിയുള്ളൂ. ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തുക. ഹരേ കൃഷ്ണ. ഞാൻ പാടാം പ്രഭു. ഹരേ കൃഷ്ണ. പാടിക്കോളൂ. വെരി ഗുഡ്. കൃഷ്ണ. നന്മയേറുന്നൊരു പെണ്ണിനെ വേൽപ്പാനായി നാഥനെഴുന്നള്ളും നേരത്തിങ്കൾ ഭൂതങ്ങളെ കൊണ്ടകമ്പടി കൂട്ടിട്ട് കാലേ മേലേറി നമ ശിവായ. നാരിമാർ വന്നിട്ട് വായുറവയിട്ട് എതിരേറ്റു കൊണ്ടൊന്നു നിൽക്കും നേരം ഭ്രമണരോടും പലരോടും ഒന്നിച്ച് ആർത്തകം പൂക്കു നമ ശിവായ. മധ്യേ നടുമുറ്റത്തൻപോടെഴുന്നള്ളി ശ്രീപീഠത്തിങ്കൾ ഇരുന്നരുളി പാനകൂടവും ഊഴിഞ്ഞു ഹരനേ മാലയുമിട്ടു നമ ശിവായ. മന്ത്രകോടി ഉടുത്തു വഴി പോലെ കാലും കഴുകി അകത്തു കുത്തി ആവണ വെച്ചു പതുങ്ങിയിരുന്നു അഗ്നി ജ്വലിപ്പു നമ ശിവായ. ചുറ്റും ചേരുതാലി കൊണ്ടൊന്നു ശോഭിച്ചു തട്ടകുഴലാണു നിൽക്കും നേരം മാതാവു വന്നിട്ടു മാലയും കണ്ണാടി കയ്യിൽ കൊടുത്തു നമ ശിവായ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണമായി. താങ്ക് യു. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. നാളെ രാവിലെ നമ്മളുടെ കുട്ടികളുടെ ക്ലാസ് പതിവ് പോലെ, വൈകിട്ട് പതിവ് പോലെ നമ്മുടെ വീക്കിലി ക്ലാസ് ഒക്കെ ഉണ്ടാവും. ഹരേ കൃഷ്ണ. സന്തോഷം. ഇന്നത്തെ ഈ ശുഭദിനത്തിൽ ഹരേ കൃഷ്ണ എല്ലാവർക്കും. എന്തോ? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 2 മിനിറ്റ്, 1 മിനിറ്റ്.
ഓക്കെ, എല്ലാവർക്കും ഈ മഹാദേവരുടെ വീണ്ടും വീണ്ടും പറയുകയാണ്, മഹാദേവരുടെ ആശീർവാദം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും മാതാജി ഹരേ കൃഷ്ണ, സ്മിത മാതാജി ഹരേ കൃഷ്ണ, ശ്യാം സുധീർ പ്രഭു, സിമി മാതാജി ഹരേ കൃഷ്ണ, സുശീം പ്രഭു ഹരേ കൃഷ്ണ, അഭിനവ്, അനഭി, മനോജി ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ സിജി ഹരേ കൃഷ്ണ, സിമ്മി ഹരേ കൃഷ്ണ, ജയപ്രകാശ് പ്രഭു, അമൃത മാതാജി കീർത്തന ഹരേ കൃഷ്ണ, അനിൽജി ഹരേ കൃഷ്ണ. കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അനിൽജി, വീണ്ടും നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു കീർത്തന, നന്ദന മാതാജി ഹരേ കൃഷ്ണ, സുരേഷ് പ്രഭു അവർക്ക് ഹരേ കൃഷ്ണ, ജ്യോതി മാതാജി ഹരേ കൃഷ്ണ, ശ്രീരഞ്ജിനി ഹരേ കൃഷ്ണ, ബ്രാഹ്മി ജാൻഗവി ഹരേ കൃഷ്ണ, ഗോവിനാഥ് പ്രഭു ഹരേ കൃഷ്ണ, ഉമാജി ഹരേ കൃഷ്ണ, ശൈലജ മാതാജി ഹരേ കൃഷ്ണ, മീര മാതാജി ഹരേ കൃഷ്ണ, സുധീഷ് ജി ഹരേ കൃഷ്ണ, കലാധർ ദാസ് ഹരേ കൃഷ്ണ, ജയലക്ഷ്മി മാതാജി ഹരേ കൃഷ്ണ, ധർമ്മരക്ഷ പ്രഭു ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. വാഞ്ചാകൽപതരൂപ്യ ചക്രവാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വീണ്ടും മഹാദേവര് നമുക്ക് ഉപദേശിച്ച മന്ത്രത്തോടുകൂടി നമുക്ക് സമാപിക്കാം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഏകോ ദേവോ ദേവകീ പുത്രേവ, ഏകോ ഏകം തസ്യ സേവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 10 or 5? Okay. 9, 8, 7, 6, 5, 4,